അധ്യായം 16. അവർ ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു. ദൈവസന്നിധിയിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അതിനുശേഷം ദാവീദ് കർത്താവിന്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു. ഇസ്രായേലിലെ സ്ത്രീപുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷണം മാംസവും ഓരോ അടയും കൊടുത്തു. കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും അവിടുത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനുമായി ദാവീദ് ലേവ്യരിൽ ചിലരെ നിയോഗിച്ചു. അവരിൽ പ്രമുഖൻ ആസാഫ്, അവന് താഴെ സഖറിയ, ജയിയേൽ, ഷെമീറാമോത്ത്, യഹിയേൽ, മത്തീഥിയ, എലിയാബ്, ബനായ, ഓബദേദോം, ജയിയേൽ എന്നിവരെ കിന്നരവും വീണയും വായിക്കാൻ നിയമിച്ചു. കൈത്താളമടിക്കാൻ ആസാഫിനെയും. ബനായ, യഹസിയേൽ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിനു ചുറ്റും നിരന്തരം കാഹളം മുഴക്കാൻ നിയോഗിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രഗീതം ആലപിക്കാൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് അന്ന് തന്നെ നിയമിച്ചു. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. പാടുവിൻ, അവിടുത്തേക്കു സ്തുതി പാടുവിൻ. അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആഹ്ലാദിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. കർത്താവിൻ്റെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ, യാക്കോബിൻ്റെ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ്. അവിടുന്ന് ഭൂതലം മുഴുവൻ ഭരിക്കുന്നു. തന്റെ ഉടമ്പടി 1000 തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന, അബ്രാഹത്തോടു ചെയ്ത ഉടമ്പടി, ഇസഹാക്കിനോടു ചെയ്ത ശപഥം അവിടുന്നെന്നും ഓർക്കുന്നു. അതിനെ യാക്കോബിന് ഒരു നിയമമായും ഇസ്രായേലിനു ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു. കാനാൻ ദേശം ഞാൻ നിനക്കു അവകാശമായി തരും. കർത്താവ് അരുളിച്ചെയ്തു. അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരും പരദേശികളും ആയിരുന്നപ്പോൾ ദേശങ്ങളിൽ നിന്നു ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്നു രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. അവർക്കു വേണ്ടി രാജാക്കന്മാരെ അവിടുന്ന് ശാസിച്ചു. അവിടുന്ന് അരുളിച്ചെയ്തു, എന്റെ അഭിഷിക്തരെ തുടരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ഭൂതലമേ, കർത്താവിനു ഗാനമാലപിക്കുവിൻ. അവിടുത്തെ
ദിനം പ്രകീർത്തിക്കുവിൻ. രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ. ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സ്തുത്യർഹനാണ്. സർവദേവന്മാരെയും കാൾ ആരാധ്യനുമാണ്. ജനതകളുടെ ദേവന്മാരോ വിഗ്രഹങ്ങളും. കർത്താവ് ആകാശങ്ങളെ സൃഷ്ടിച്ചു, മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്ന. ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിൻ്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ. തിരുമുൻപിൽ കാഴ്ച സമർപ്പിക്കുവിൻ. കർത്താവിൻ്റെ പരിശുദ്ധ തേജസ്സിനു മുൻപിൽ വണങ്ങുവിൻ. ഭൂതലം കർത്താവിൻ്റെ മുൻപിൽ പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത്. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ. സമുദ്രവും അതിലുള്ള സകലതും അട്ടഹസിക്കട്ടെ. ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ. വനാന്തരങ്ങളിലെ തരുനിരകൾ ആനന്ദഗീതമാലപിക്കട്ടെ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്നു ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ചു കൂട്ടണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധനാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. അങ്ങയെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്നു പറയുവിൻ. ജനം ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിൻ്റെ പേടകത്തിന് മുൻപാകെ ദിനംതോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു. അവരോട് കൂടെ ഓബദേദോമും 68 സഹോദരന്മാരും ഉണ്ടായിരുന്നു. യെദുഥൂനിൻ്റെ മകൻ ഓബദേദോം, ഹോസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. പുരോഹിതന്മാരായ സാദോക്കും സഹോദരന്മാരും ഗിബയോനിലെ ആരാധനാ സ്ഥലത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് മുൻപിൽ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതുമായ കൽപ്പനകളനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിച്ചു. അവരോട് കൂടെ ഹേമാൻ, യെദുഥൂൻ എന്നിവരും കർത്താവിൻ്റെ അനന്ത കാരുണ്യം പ്രകീർത്തിക്കാൻ
തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി. ഹേമാനും യെദുഥൂനുമാണ് ആരാധനാഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത്. യെദുഥൂന്റെ പുത്രന്മാരെ വാതിൽ കാവൽക്കാരായി നിയോഗിച്ചു. പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി. ദാവീദ് തന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി. അധ്യായം 17. ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു. എന്നാൽ കർത്താവിന്റെ പേടകം കൂടാരത്തിലാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല. ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു. ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരു കൊണ്ട് ആലയം പണിയിക്കാത്തതെന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യും, ആടുമേയിച്ച് നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തെരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയും കാൾ കീർത്തിമാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്ന പോലെ അക്രമികൾ ഇനിയവരെ നശിപ്പിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും. കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനും. നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. അവന്റെ സിംഹാസനം എന്നും നിലനിൽക്കും. ഈ ദർശനവും വാക്കുകളും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ? ദൈവമേ, അവിടത്തേക്കിത് നിസ്സാരമായിരുന്നു. ഈ ദാസന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങ് ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് ഇനി എന്തു പറയാൻ കഴിയും? ഈ ദാസനെ അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവേ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സാ ചെയ്തിരിക്കുന്നു. അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങല്ലാതെ വേറെ ദൈവമില്ല. അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏത് ജനമുണ്ട്? അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ജനമാക്കി. മഹാത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുൻപിൽ നിന്ന് ജനതകളെ നിർമാർജനം ചെയ്ത് മഹത്വമാർജിച്ചു. കർത്താവേ, അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു. അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. കർത്താവേ, ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ. എന്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവേ, അങ്ങാണ് ദൈവം. ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു.
ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിലായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. അധ്യായം 18. ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിച്ചു. അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. പിന്നീട് മൊവാബിനെ തോൽപ്പിച്ചു. മൊവാബിയർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു. സോബാ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു. ദാവീദ് അവന്റെ 1000 രഥങ്ങൾ, 7000 കുതിരപ്പടയാളികൾ, 20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. 100 രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു. ദമാസ്കസിലെ സിറിയാക്കാർ സോബാ രാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി. എന്നാൽ ദാവീദ് 20,000 സിറിയാക്കാരെ കൊന്നൊടുക്കി. സിറിയയിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. സിറിയാക്കാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു. ഹദദേസറിന്റെ നഗരങ്ങളായ തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു. അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബാ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവ് കേട്ടു. ഹദദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ അടുത്ത് തോവു തന്റെ മകൻ ഹദോറാമിനെ അയച്ചു. കാരണം തോവു ഹദദേസറുമായി കൂടെ യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു. ഏദോമിൽ നിന്നും മൊവാബിൽ നിന്നും അമ്മോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ മകൻ അബിഷായി ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ വധിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ഏദോമ്യർ ദാവീദിന്റെ ദാസന്മാരായി. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു. ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ മകൻ യോവാബ് സേനാധിപനും അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് നടപടി എഴുത്തുകാരനുമായിരുന്നു. അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാഥറിന്റെ മകൻ അബിമലേക്കും പുരോഹിതന്മാരും. ഷൗഷ കാര്യവിചാരകനുമായിരുന്നു. യഹോയാദായുടെ മകൻ ബനായ കെരേത്യരുടെയും പെലേത്യരുടെയും അധിപതിയും. ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ മുഖ്യ സേവകന്മാരും ആയിരുന്നു. അധ്യായം 19. അമോന്യ രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിന്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവന്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവം വർത്തിച്ചു. പിതാവിന്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമ്മോന്യരുടെ നാട്ടിൽ ഹാനൂന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോൾ അമ്മോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ? ദേശം ഉറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിന്റെ ദൂതന്മാരെ താടിയും ശിരസ്സും മുണ്ടനം ചെയ്ത് അരമുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞു വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവൻ അവരെ സ്വീകരിക്കാൻ ആളയച്ചു. അവർ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറിക്കോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമ്മോന്യർക്ക് മനസ്സിലായി. അവർ 1000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസൊപ്പൊട്ടോമിയ, ആരാം മാക്ക, സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 32,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും. അവർ മെദേബായ്ക്ക് മുൻപിൽ പാളയമടിച്ചു. പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമോന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു.
അമ്മോന്യർ നഗരകവാടത്തിൽ അണിനിരന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരന്നിരിക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയായ്ക്കെതിരെ ചെന്നു. ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു. അവൻ അമ്മോന്യരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയക്കാർ എന്നെക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമ്മോന്യർ നിന്നെക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയാക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു. സിറിയാക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമ്മോന്യർ യോവാബിന്റെ സഹോദരനായ അബിഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേലരുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട് സിറിയാക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകര ഉണ്ടായിരുന്ന സിറിയാക്കാരെ വരുത്തി. ഹദദേസറിന്റെ സേനാനായകൻ ഷോഫാക്കാണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയാക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. ദാവീദ് സിറിയാക്കാരുടെ 7000 തേരാളികളെയും 40,000 വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേലിയർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദദേസറിന്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയാക്കാർ അമ്മോന്യരെ സഹായിക്കാൻ പോയില്ല.